ചില ആൾക്കാർ ചോദിച്ചു മേടിക്കും. അങ്ങനെ അയാൾക്ക് അർഹതപ്പെട്ടത് അയാൾ ചോദിച്ചു മേടിച്ചു. ഇന്നത്തെ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളാവണം. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്തവർ ജനപ്രതിനിധി ആവാൻ പാടില്ല. ഹൂ കെയേഴ്സ് എന്നതാണ് ചോദ്യം. അതിനുത്തരം പീപ്പിൾ കെയേഴ്സ് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ പീപ്പിൾ കെയേഴ്സ്. അപ്പം ജനപ്രതിനിധി ജനങ്ങളോട് പ്രതിബദ്ധമാണെങ്കിൽ അയാൾ സുതാര്യമായിരിക്കണം, അയാളുടെ പ്രവൃത്തി ഉണ്ടാവണം, അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവണം. അതുകൊണ്ട് ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചാൽ പീപ്പിൾ കെയേഴ്സ് എന്നാണ് BJPയുടെ ഉത്തരം. അതുകൊണ്ട് ഒരു കാരണവശാലും ജനപ്രതിനിധിയായി ഇരിക്കാൻ അയാൾക്ക് അവകാശമില്ല. ജനപ്രതിനിധിയായിട്ട് ഈ കാര്യത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും മാധ്യമങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന സ്വഭാവമാണ്. എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, ദേശീയ നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല, സംസ്ഥാന നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്കുമ്പിളിലാണ് ദേശീയ സംസ്ഥാന നേതൃത്വമെന്നാണ്. അങ്ങനെ ലോകത്തുള്ള സകല തോന്നിവാസവും ചെയ്തിട്ട് ജനപ്രതിനിധിയായിട്ട് പാലക്കാട് വിലസാമെന്ന് വിചാരിക്കേണ്ട. പാലക്കാടിൻ്റെ അതിർത്തിയിൽ ഈ വേഷം കെട്ടുമായി ഞങ്ങൾ കയറ്റില്ല, അതിനകത്തൊരു സംശയവുമില്ല. അങ്ങനെ വന്നാൽ എത്ര മാന്യതയില്ലാത്ത ഭാഷയാണ്. ഇത്രയും നാളും പറഞ്ഞിരുന്നത് അങ്ങനെയല്ലല്ലോ. ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ, ഒരാൾക്ക് വസ്ത്രം, ഏത് വസ്ത്രം വേണം ധരിക്കാൻ എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടമാണെന്നാണല്ലോ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ദിവസം കൊണ്ടത് മാറി. എന്ത് അല്പ വസ്ത്രധാരണയായാലും ചാരിത്ര്യമെന്ന് പറയുന്നത് സ്വഭാവമാണ്. ആ സ്വഭാവം, നല്ല സ്വഭാവം, ഒരു സ്ത്രീത്വം അവർക്കുള്ളിലുള്ളത് കൊണ്ടാണ് വളരെ കൃത്യമായി, വളരെ പ്രകടമായി പറയേണ്ട സ്ഥലത്ത് ആദ്യം പറഞ്ഞത്. ഇന്നലെ രാത്രിയിൽ ആ സ്ത്രീ സംസാരിച്ചത് എൻ്റെ മനസ്സിലുള്ള ബിംബം, ഞാൻ ആരാധിച്ചിരുന്ന ബിംബങ്ങൾ തകർന്നുപോയി എന്നാണ്. അതിനർത്ഥം എന്താ? VD സതീശനെ പോലുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് പച്ച മലയാളത്തിൽ. ഞാൻ ആരാധിച്ചിരുന്ന ബിംബം തകർന്നുപോയി. അപ്പോൾ ഇവരൊക്കെ ഈ വക വേഷം കെട്ടിന് ഒത്താശ ചെയ്യുന്നവരാണോ എന്ന് സംശയിക്കുന്നു. അതല്ലെങ്കിൽ നാളെ തിരിച്ചു ചോദിച്ചാലോ മാങ്കൂട്ടത്തിൽ, ഞാൻ മാത്രം എന്തിന്, നിങ്ങൾക്കും ഇല്ലേ ഇതൊക്കെ എന്ന് ചോദിച്ചാലോ? കൂടെ കിടക്കുന്നവനല്ലേ രാപ്പിനെ അറിയുള്ളൂ, ഞങ്ങൾക്കറിയില്ല. അല്ല പിന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെ ചെയ്യുമോ? ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ. ഏതെങ്കിലും ഒരു കുട്ടിയാണ്, ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ നമുക്ക് മനസ്സിലാവാം. ഇതാ ഇങ്ങനെ വരില്ലേ ഓരോ ദിവസം പുതിയ 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 ആരോപണങ്ങളെ ചാറ്റ്. യാതൊരു സംശയവുമില്ല, ജനപ്രതിനിധി ആവാനുള്ള യോഗ്യതയില്ല. ഇയാൾ മനോരോഗിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മനോരോഗിയാണ്, സെക്ഷൽ പെർവേർഷനാണ്, മനോരോഗിയാണ്. പറ്റുമെങ്കിൽ VD സതീശൻ ആദ്യം ചെയ്യേണ്ടത് ആ MLA സ്ഥാനം രാജിവെച്ച് ഏതെങ്കിലും ആശുപത്രി കൊണ്ട് കാണിച്ച് ആ മനോരോഗം മാറ്റി വീണ്ടും രാഷ്ട്രീയത്തെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇത് അത്യന്തം അപകടമാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട കുടുംബത്തിലെ ആളുകൾ ഈ പെൺകുട്ടികളെയൊക്കെ രാഷ്ട്രീയത്തിലും മാധ്യമരംഗത്തേക്കും ഒക്കെ കൊണ്ടുവരുന്നത് അവരുടെ വീട് രക്ഷപ്പെടാനും അവരുടെ ഭാവി സുനിശ്ചിതമാവാനാണ്. ഇത്തരത്തിലെ മനോരോഗികളുടെ കൂടെയാണെങ്കിൽ, മനോവൈകൃതം ഉള്ള ആളുകളുടെ കൂടെ നടന്നാൽ അത്യന്തം അപകടമാണ്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനല്ല വോട്ടർ പട്ടിക. ഈ വാനരന്മാരെന്ന് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്താലും അത് അതേ സമയത്ത് നോക്കി അതേപോലെ ചെയ്യുന്ന ആൾക്കാരാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത് അതേപോലെ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണത്. രാഹുൽ ഗാന്ധി ചെയ്യുന്നതിനകത്ത് ബേസില്ല. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ പരാതി കൊണ്ടുവന്ന ആ CS-DS ചെയർമാൻ പരസ്യമായി മാപ്പ് പറഞ്ഞില്ലേ? പക്ഷേ എന്നിട്ടും രാഹുൽ ഗാന്ധി അത് ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതേ പ്രവൃത്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൽ 74,686 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. ഇവർ മൊത്തത്തിൽ പറയുന്നത് ആകെ 86 വോട്ടാണ്. 86 കള്ളോട്ട് ചെയ്യുന്ന ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിക്കാം. 4,16,000 വോട്ടായിരുന്നല്ലേ കോൺഗ്രസിന് കിട്ടിയത് 2019?
3,27,000 കുറഞ്ഞില്ലേ? 90,000 വോട്ട് അവിടെ പോയി. അത് അവർക്ക് ആര് വോട്ട് ചെയ്യുന്നത് ആർക്കറിയാം. കള്ളവോട്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു മിനിറ്റ്, കള്ളവോട്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരാൾ മരിച്ചിട്ട് ആ പേരിൽ വോട്ട് ചെയ്യുക. പണ്ട് നമ്മുടെ CPM-ൻ്റെ ഒരു വലിയ നേതാവിൻ്റെ ഭാര്യ നെഞ്ചത്തടിച്ച് നിലവിളിച്ചില്ലേ, എൻ്റെ ഭർത്താവ് ഇവിടെ വന്നു പോയത് ഞാൻ അറിഞ്ഞില്ല, മരിച്ചിട്ട് 1 മാസമായിരുന്നു. അങ്ങനെ മരിച്ച ആളുടെ പേരിൽ വോട്ട് ചെയ്യുക, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഒരാൾ 2 വോട്ട് ചെയ്യുക, അയാളുടെ പേരിൽ വോട്ട് ചെയ്യുക, വേറൊരാളുടെ പേരിൽ വോട്ട് ചെയ്യുക, അങ്ങനെ വോട്ട് ചെയ്ത് പരാതിയുണ്ടോ? ഇല്ല. പിന്നെ എന്തായി കള്ളവോട്ട്? നിങ്ങൾക്ക് ഏത് വിലാസത്തിൽ വേണേൽ ആൾക്കാരെ ചേർക്കാന്ന്, അതിലർത്ഥമൊന്നുമല്ല. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. അത് നാളെയും ചെയ്യും. വിലാസം വ്യാജമൊന്നുമില്ല. അല്ല, അതൊക്കെ 1-2 വല്ല തെറ്റിദ്ധാരണയും, ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഞാൻ തൃശ്ശൂർക്കാരനാണ്, അങ്ങനെ ഒരു വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സ്ഥലത്ത് മറ്റോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതേപോലെ അതിപ്പോ ഇല്ല, ലോക്സഭയിൽ ജയിക്കാനാണ് തീരുമാനിച്ചത്. അതൊക്കെ നിയമസഭയുടെ സമയമാകുമ്പോൾ ആലോചിക്കും.